ഗ്രേറ്റ്. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അതിന്റെ രജിസ്ട്രേഷനും കഴിഞ്ഞ് അത് കാണിക്കാൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. യു ആർ ആൻ എഫിഷ്യന്റ് ലേഡി. അത് അച്ചായന് ഇപ്പോഴാണോ മനസ്സിലായത്? ദേ, എന്റെ കയ്യിലെ സേവിങ്സ് ഒക്കെ തീർന്നു. ഇനിയുള്ളത് ജോയിന്റ് എഫേർട്ടാ കേട്ടോ. എന്റെ ഫാമിലി പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാടോ. ഡോണ്ട് വറി. സത്യം പറ, ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തിന്? നമുക്കാകെ ഉള്ളത് മാലു അല്ലേ. അവളുടെ കരിയർ ഒന്ന് സെറ്റായ പിന്നെ നമുക്ക് എന്തിനാടോ കാശും അസറ്റ്സും ഒക്കെ. അമ്മ മരിച്ചു കഴിഞ്ഞ് വാടക വീട്ടിൽ ഒറ്റയ്ക്കായി എങ്ങോട്ട് പോകുമെന്നറിയാതെ നിന്നപ്പോൾ ഉള്ളിൽ തോന്നിയൊരു പേടിയുണ്ട്. പെരുവിരൽ മുതൽ അരിച്ചു കയറിയൊരു തണുപ്പ്. ഇപ്പോഴും ഒരുറക്കം കഴിയുമ്പോൾ ചില രാത്രികളിലൊക്കെ ആ തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യാം. പിന്നെ എത്ര പേരുടെ നല്ല മനസ്സുകൊണ്ടാ ഞാൻ സർവൈവ് ചെയ്തത്. പിന്നെ ഇതൊക്കെ എന്തിനാ പറയുന്നത്? എത്ര പറഞ്ഞാലും ഇതൊന്നും എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. എന്റെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം പുന്നക്കാടനെ തോമസേ, ഏറ്റവും ലാഭകരമായ ബിസിനസ് സ്വർണ്ണ കച്ചവടമാണോ അതോ തുണി കച്ചവടമാണോ? ഏത് ബിസിനസ് ആയാലും നോക്കിയും കണ്ടും ചെയ്യും പോലെ ഇരിക്കും. എന്താ ബിസിനസ് വല്ലതും തുടങ്ങാൻ പ്ലാൻ ഉണ്ടാ? അയ്യേ, ബിസിനസ് ഒന്നും ഞാൻ ചെയ്യില്ല. ഓ, ജോലിക്കായിരിക്കും താല്പര്യം. ജോലിക്ക് എന്റെ പട്ടി പോവും. വേറെ എന്തെങ്കിലും നോക്കാന്നേ എല്ലാം ശരിയാവും. മക്കളെന്താ ഇവിടെ? ഞങ്ങൾ മീൻ മേടിക്കാൻ വന്നതാ. അതെ, ഇന്ന് അപ്പന്റെ പിറന്നാളാ. നേരാ, ഇന്ന് നവംബർ 7-ാം തീയതിയാണല്ലോ. കർത്താവേ, എല്ലാ പിറന്നാളിനും അപ്പന്റെ കയ്യിൽ നിന്ന് 1000 രൂപ കിട്ടുന്നതാ. ഇന്നും അതും ഇല്ലാതായി. വല്യേട്ടൻ എവിടെ താമസിക്കണേ? എവിടെ താമസിക്കാൻ, വല്യേട്ടൻ ആരും ഇല്ലാണ്ടായില്ലേ. പീടിക കൊലായി പോലും പിച്ചക്കാര് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ അപ്പന് തീരെ മനസ്സാക്ഷിയില്ലടാ മക്കളെ. എന്നെ ആ വാടക വീട്ടിലേക്കൊന്ന് വിളിച്ചാ. വാടക വീടിന് ആധാരമൊന്നും അവിടെ ഇരിപ്പില്ലല്ലോ ഞാൻ എടുത്തുണ്ടായി പണയം വെക്കാൻ. പിന്നെന്താ വിളിച്ചാലേ? അഹങ്കാരം. വലിയ അപ്പനാണെന്നുള്ള അഹങ്കാരം. ഞങ്ങൾ അപ്പനോട് പറഞ്ഞതാ വല്യേട്ടനെ വീട്ടിലോട്ട് വിളിക്കാൻ. അത് എന്റെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇപ്പൊ ഇവിടെ ഉണ്ടായ കച്ചറയ്ക്ക് ഒരു സമാനം പറയാം. വക്കീലേ, അതൊന്ന് വായിച്ചോട്. Came up for hearing before me on this day. The contents of the petition and affidavit pursued and heard the counsel for the appellant petitioner. And the following order is passed. Interim stay is ordered against the operation of the decree of the lower court. മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. 5ാം ക്ലാസ്സും ഗുസ്തിയും വെച്ച് വെട്ടിവെക്കാൻ ഇറങ്ങിയ മുതലാളിമാർക്ക് സായിപ്പിന്റെ ഭാഷ വഴങ്ങില്ലെന്നറിയാം. അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറയാം, സ്റ്റേ. വിലക്ക്. അവകാശിക്ക് അനുകൂലമായി വിധിച്ച കീഴ്ക്കോടതി ഉത്തരവിനെ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മേൽക്കോടതി തടഞ്ഞു വെച്ചിരുന്നു. അപ്പോ എങ്ങനെയാ പുതിയ അജണ്ട? പ്രസിഡന്റിന്റെ കസേര ഇനി താങ്ങാൻ പോകുന്ന പുതിയ പ്രശ്നം ഇക്കൂട്ടത്തിൽ ആരുടേതാ? ഇനി എന്തിനാ അങ്ങനെ ഒരു ചർച്ചന്റെ ആവശ്യം? ന്യായം മുഴുവൻ എന്റെ ഭാഗത്തല്ലേ? അതെ, ന്യായം വേണം. തല്ലാനും തർക്കിക്കാനും ന്യായം വേണം. ജോണിക്കുട്ടി, നിനക്കറിയില്ല, ഈ മഹാരാജ്യത്ത് ചെറുതും വലുതുമായ ഒരുപാട് കോടതികളുണ്ട്.